ഹേ ഗായ്സ്, ഷിബിൻ സാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മളിപ്പോൾ ഒരിടത്തേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഉറക്കൊക്കെ എണീറ്റ് റെഡിയായി ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് ഗായ്സ്. അപ്പോൾ നല്ല വെയിലുണ്ട്, നമ്മൾ അങ്ങോട്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. നല്ല നട്ടക്കാട്ടം വെയിലാണ് ഗായ്സ്. അയ്യോ, നടക്കുകയാണ് ഗായ്സ്. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഉള്ള വിശേഷങ്ങൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ റിയലായിട്ട് നടന്ന് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്നതാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമുക്ക് തരിക. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. വെയിലാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. തണുപ്പാണെന്ന് പറഞ്ഞാലും നല്ല വെയിലാണ്. നല്ല ക്ലിയർ സ്കൈ ആണ്. ഉണ്ടാ മേളിലുണ്ടാ നല്ല രസമുണ്ട്. കൊള്ളാല്ലേ. ഞാൻ ട്രാഫിക് കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ ട്രാഫിക് കട്ട് ചെയ്യുമ്പോൾ സീബ്ര ലൈനിൽ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചി ബസ് വരുന്നു. സീബ്ര ലൈനിൽ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. എന്നിട്ട് താണ്ടി ഇവിടെ ഒരു സുനാപ്പി വെച്ചിട്ടുണ്ട്. ഈ ബട്ടണിൽ ഞെക്കണം. ഇപ്പം എനിക്ക് വന്നപ്പോൾ റെഡായി. ഇത് ഞെക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. വീണ്ടും സിഗ്നൽ വന്നു ഗൈസ്. ഇവിടെ സിഗ്നൽ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാർ വന്നിട്ട് ഫൈൻ അടിക്കും കേട്ടോ. ഇവിടെ നടന്നിപ്പോൾ ദുബായ് ക്രീക്കിൻ്റെ അടുത്തെത്തി ഗായ്സ്. ഇതുണ്ടോ, ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ് കേട്ടോ. വണ്ടിയൊക്കെ എന്ത് കൃത്യമായിട്ടാണ് ഓരോ സിറ്റീസിലും വരുന്നവർക്ക്, വണ്ടി ഓരോ ആവശ്യത്തിന് വരുന്നവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ദുബായ് ക്രീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് ക്രീക്ക് കാണിച്ചു തരാം. ഈ ക്രീക്ക് വഴി നടന്നാൽ കൂടി ചെല്ലുമ്പോഴാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് ഗൈസ്. ഇപ്പോൾ ദുബായ് ക്രീക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഹൗസ് ബോട്ടുകൾ, റെൻ്റൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകൾ, ഷിപ്പുകൾ. നമ്മളിവിടെയാണ് അബ്ര റൈഡ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഇവിടെ ബോട്ട് റെൻറ്റിന് എടുക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. വരുന്നത് ദുബായ് അബ്ര റൈഡ് എന്ന് പറയുന്നത്. വാട്ടർ ടാക്സി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതുണ്ടാ എൻ്റെ ചുറ്റും കണ്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ കാണാന്നുണ്ടേ. ഇതണ്ടാ, ഇത് ബുർജ് ഖലീഫ. ഇതാ, അയ്യോ പോയാ കാണിച്ചുതരാം. ഉണ്ടോ അവിടെ ബുർജ് ഖലീഫ വരുന്നുണ്ട്. ഫ്രെയിം കാണാൻ പറ്റും. ആണ്ടാ കാണുന്നത് ഫ്രെയിമാണ്. ഓ, നട്ടക്കാട്ടം വെയിലാന്നല്ലേ ഗൈസ്. ഇതുണ്ടാ, ഇതൊക്കെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഹൗസ് ബോട്ട് പോലെ ഇവിടെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണ് ഈ സംഭവം. എന്താ, ബെനിയാസ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഇതുണ്ടാ, വേണ്ട, അത് ഹൗസ് ബോട്ട് പോലുള്ള സെറ്റപ്പാണ്. ഇതെന്താ ഗൈസ്, എൻ്റെ മോനെ എന്തോ വലിയ ഷിപ്പല്ല, ഇത് ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റാണ്. അൽസമരത്ത് നിന്നാണ്ടുള്ള നൈറ്റ്. ഇതെന്തോ രസമെന്നറിയോ, നല്ല രസമാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. ഈ സ്ട്രീറ്റ് വഴി നടന്ന് കണ്ടോ, ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ. റാഡിസൺ ബ്ലൂ ഒക്കെ ഉണ്ട് ഇവിടെ. റാഡിസൺ ബ്ലൂ ഉണ്ട്. എന്ത് രസമാണ് നോക്കിയാൽ. ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ ഫ്രണ്ട് വശമൊക്കെ അലങ്കരിച്ചേക്കുന്നുണ്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ലൈവ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ആരുമില്ല, എല്ലാവരും ജോലിക്കൊക്കെ പോയിക്കാം. ഇവിടെ ലൈവ് ആവണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലൈവ് ആവും. അതായത് ആളുകളും ബഹളവും ഈ ഹൗസ് ബോട്ടുകളെല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരിക്കും. അപ്പോഴും ഞാനിവിടെ വരാറുണ്ട്, ഇങ്ങനെ നടക്കാൻ പോകും. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്ന വേറെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ ക്രീക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോവാം. നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാണ്ട്. ഇതിങ്ങനെ നടന്ന് അങ്ങ് പോകാണ്ട്. ഇതുണ്ടാ, ഇതിപ്പം നമ്മൾ ഈ ദുബായ് ക്രീക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടക്കുകയാണ്. നല്ല രസമാണ്. പക്ഷെ നല്ല നട്ടക്കാട്ടം വെയിലാട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ പുറേ പോയ ആളുകളൊക്കെ ഉണ്ടാകും. നമുക്കിവിടെ ആളുകളുടെ ചിത്രം എടുക്കുന്നത്, പബ്ലിക്കായിട്ട് ചിത്രമൊക്കെ എടുക്കുന്നത് പിന്നെ അലൗഡ് അല്ല. ആ പോയ ആളുകൾ നമ്മുടെ ഇവിടെ ഈ ക്രീക്കിൽ കിടക്കുന്ന നമ്മൾ അറിയാതെങ്കിലും കൊണ്ടിരുന്ന വേസ്റ്റുകളുണ്ടല്ലോ, ആ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന മുനിസിപ്പാലിറ്റീൻ്റെ ആളുകളാണ്. ഇവിടെ എന്ത് വൃത്തിയായിട്ട് അവർ കാര്യങ്ങൾ നോക്കുന്നതെന്നറിയോ. എവിടെയെങ്കിലും ഒരു ചപ്പോ ചവറോ കിടന്നു കഴിഞ്ഞാൽ അവർ വന്നിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ ക്ലീനേഴ്സ് വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പോകും. എല്ലായിടത്തും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ആളുകൾ കൃത്യമായിട്ട് ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ സാധനങ്ങൾ വേസ്റ്റ് ഉള്ളത് കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യും. എന്ത് വൃത്തിയായിട്ട് അവർ ഈ സിറ്റി നോക്കണേ. സത്യം എന്തൊരു രസമാണ്. ഇവിടെ താണ്ടെ ഇതൊരു റോഡാണ്. ഇത് ക്രീക്ക് സൈഡ് ആയിട്ട് പറയല്ല. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എന്തോ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ. അടിപൊളിയാണ്. ഇവിടെ എല്ലായിടും ഇങ്ങനെയുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്ക് സിഗരറ്റ് ഇടാം, വേസ്റ്റ് ഇടേണ്ടവർക്ക് വേസ്റ്റ് ഇടാം. അടിപൊളിയാ.
വൈകുന്നേരത്തേക്കൊക്കെയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇതുണ്ടോ മേളിൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണ് കൂടുതൽ. ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് രസമാണ്. അന്ന് പോയപ്പോഴേ നല്ല രസമുണ്ട് ആകാശം. ഇത് കണ്ടോ ഇവിടുത്തെ ട്വിൻ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ അവരുടെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. രണ്ടാൾക്കാർ എന്നിട്ട് അവിടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുക. ഒന്ന് സമ്മതിക്കണം, അവരുടെ ധൈര്യവും സമ്മതിക്കണം. ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യണുണ്ടോ എൻ്റെ പള്ളി. ധൈര്യം സമ്മതിക്കണം, അവരുടെ ജോലിയുടെ ആ റിസ്ക്കും സമ്മതിക്കണം. മേളിൽ നിന്നങ്ങാണ്ട് റോപ്പ് ഇട്ട് എടുത്തേക്കാണ്. എന്താ നിങ്ങൾ താഴെ നിന്നിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുകയാണ് അവർ. സമ്മതിക്കണം അല്ലേ. ഞാൻ പറഞ്ഞല്ലേ അബ്ര റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ. ഇതാണ് അബ്ര എന്ന് പറയുന്ന സാധനം. നമ്മുടെ നാട്ടിലെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ, ചെറിയ വള്ളങ്ങൾ, അതാണ് സംഭവം. അതിനകത്ത് ഒരു തെറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേവണക്ക് ആളുകളെ ഓരോ നമ്പറുണ്ട്, ഓരോ സ്ഥലത്തേക്കുള്ള നമ്പറുണ്ട്. ആ നമ്പറിൽ ഇതേവണക്ക് ആളുകളെ ഇങ്ങനെ കൊണ്ടുവരികയും പോവുകയും ഒക്കെ ചെയ്യും. എന്ത് രസമല്ലേ. ഇതേവണക്ക് ആളുകളെ കൊണ്ടുവരും. ഓ ഗായ്സ്, നമ്മളങ്ങനെ ദീർഘദൂരം നടന്ന് വന്ന് ഒരു തണൽ കിട്ടി ഗായ്സ്. ഓ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തണലത്ത് നിൽക്കുകയാണ്. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. കാണിച്ചു തരാം. ഓൾഡ് ബൽദിയ സ്ട്രീറ്റ് കാണാൻ പറ്റുന്നതാണോ അറിയില്ല, നല്ല വെട്ടമുണ്ട് കേട്ടാ. ഓൾഡ് ബൽദിയ സ്ട്രീറ്റ്. നമ്മളപ്പം ഇവിടുത്തെ ഒരു ചെറിയ ട്രാഫിക് ഉണ്ട്. നമ്മൾ ആ ട്രാഫിക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്. ഈ നമ്മൾ ഓൾഡ് ബൽദിയ സൂക്കിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉണ്ട് ഒരു പെട്ടിയൊക്കെ വെച്ചിങ്ങനെ. ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എൻ്റെ എൻട്രൻസ് തന്നെ ഉണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. ഓൾഡ് ബൽദിയ സൂക്ക്. ഇതാണ് ദുബായ് മ്യൂസിയം, മുനിസിപ്പാലിറ്റി മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട്. നമ്മൾ പോയി കണ്ടിട്ട് വരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഐസപ്പൊക്കെ കണ്ടോ, ഇതൊക്കെ എന്താണ്, ഓരോരോ സ്പൈസസ് ആണ്. എന്ത് സംഭവം ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ സുവനീറുകളുണ്ട്, സ്പൈസസ് ഉണ്ട്. എന്താ ഓരോ സുവനീർസാണ്. എന്താ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉണ്ടാ, തടിയിലാണ് ഇത് മൊത്തം. പഴയ ബിൽഡിങ്ങുകളാണ്. തടിയിൽ നമ്മുടെ ഈറ്റ വെച്ചിങ്ങനെ പാകിക്കാണ് ഉള്ളിലോട്ടുണ്ടാ. അടിപൊളി. എന്തെല്ലാം ടൈപ്പിലുള്ള സാധനങ്ങളാണ് നോക്കിയത്. നമ്മൾ കേട്ടിട്ടില്ലാത്തത് വരെയൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണ്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നല്ല മണമുണ്ട്. ഇതിൻ്റെ ഇടയിൽ മൊത്തം സ്പൈസസിൻ്റെ മണമാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത മണം. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളങ്ങനെ സ്പൈസ് സൂക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കറിയില്ല. അത് കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. നല്ല മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാകെ ഏലക്കൻ്റെയൊക്കെ മണം അറിയുള്ളൂ, എനിക്കറിയുള്ളൂ. ഇഷ്ടം പോലെ സാധനങ്ങൾ, എന്തൊക്കെ വെറൈറ്റീസ് ആണ്. അതിൻ്റെ എല്ലാം പേരുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. കൊള്ളാം, ടിപ്പൊളി, സൂപ്പർ. Nature for eyes, for nose, for mind, for senses. Wow, super. Mind senses are going to open, yeah. Okay. Nature, let's put in the water and then tea, no, chocolate. Okay. Varieties of spices, yeah? Yes. Yeah. I only know the cardamom only. Okay. താങ്ക് യു. ആ പുള്ളിക്കാരൻ ഒന്ന് വാങ്ങിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറി നിന്നപ്പോഴത്തേക്ക് കണ്ണിക്കൂടെ പൊന്നീച്ച പറഞ്ഞു. അടിപൊളി, നല്ല മണമാണ്. മൂക്കിലിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. രക്ഷയില്ലാത്ത മണമാണ്. എന്തൊക്കെ കല്ല് പോലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ നല്ല മണമാണ് കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. വൃത്തിയായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈസൂക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി, ഹെർബ്സൂക്കൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ദുബായ് മുനിസിപ്പാലിറ്റി മ്യൂസിയം. ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. ഫ്രീ എൻട്രി എന്ന് പറഞ്ഞാൽ എഴുതിക്കണേ, നമുക്ക് കയറി നോക്കാൻ തരും. പഴയ പടവുകളാണല്ലോ, കൊള്ളാമല്ലേ. ഇത് മൊത്തം തടി വെച്ചിട്ടാണ് ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ ചെയ്തേക്കുന്നതും ഇപ്പുറത്തെ സൈഡിലും ചെയ്തേക്കുന്നത്. Due to the efforts of the late Sheikh Rashid bin Saeed Al Maktoum, the Dubai municipality was established in 1954, and later in 1957, the municipal council came into being. In a short time, the municipality came to terms with the needs of the city. അങ്ങനെ ദുബായ് മുനിസിപ്പാലിറ്റി മ്യൂസിയത്തിൽ ചെറിയ രീതിയിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും സ്ട്രീറ്റിലൂടെ ഇറങ്ങുകയാണ്.
ഓരോന്നിനും ഓരോ സൂക്ക് വൈസ് ഇങ്ങനെ ഉണ്ട്. അതായത് യൂട്ടൻസിൽ സൂക്കാണ് അവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കണം തോന്നുന്നു. പോയി നോക്കാം. ഓ ഗായ്സ്, എന്ത് തിരക്കാണെന്ന് നോക്കിയേ, ദൂരം തിരക്കാന്ന് നോക്കിയേ. ഇവിടെയാണ് ഗായ്സ് ഗോൾഡ് സൂക്ക്, വുമൺസ് മ്യൂസിയം, ടോയ്ലറ്റ്, ജ്വല്ലറി ടെസ്റ്റിംഗ് ലാബ്, യൂട്ടൻസിൽ സൂക്ക് എല്ലാം ഇവിടെ. സോ നമുക്കിനി ഗോൾഡ് സൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗായ്സ് നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ നടന്ന് വന്നത് ഗോൾഡ് സൂക്കിലേക്ക് പോവാണ്. ഹെർബ് സൂക്ക്, യൂട്ടൻസിൽ സൂക്ക്, അങ്ങനെ എല്ലാത്തിനും ഇവിടെ സൂക്കുകളാണ്. എന്ത് രസമാണെന്നറിയോ, ഇവിടെ എന്ത് മണമാണെന്നറിയോ, എൻ്റെ പള്ളി ഒരു രക്ഷയില്ലാത്ത മണം. ഒരുപാട് ഫോറിനേഴ്സ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മളിനിയിപ്പം ഗോൾഡ് സൂക്കിലേക്ക് പോവാണ് ഗായ്സ്. അവിടേക്കാണ് നമ്മൾ ഇത്രയും ദൂരം നടന്ന് വന്നത്. അപ്പം നമ്മൾ അവിടേക്ക് പോവാം ഗായ്സ്. നമ്മളങ്ങനെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഗോൾഡ് സൂക്കിൻ്റെ ഗേറ്റ് 1. അവിടെ ഇവിടെയൊക്കെ ചുറ്റുപാടുമായിട്ട് നല്ല തിരക്കുണ്ട്, സ്പൈസസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല റഷാണ് ഗായ്സ്. നമ്മളങ്ങനെ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്ത് രസമാണെന്നാ, ഇവിടെ ഫുള്ള് ജ്വല്ലറിയാണ് കേട്ടാ. നമ്മളങ്ങനെ കയറി വന്നപ്പോൾ കണ്ടില്ലേ, ഉടുപ്പൊക്കെ കണ്ടില്ലേ, ഇത് ഫുള്ള് ഗോൾഡാണ് ഗായ്സ്. ഗോൾഡ്. ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വേൾഡ് ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് ആണ് ഈ ഇരിക്കുന്നത്. എൻ്റെ മോനെ, ഇതെന്താണ് സംഭവം? എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഡയമണ്ട് ഉണ്ടോ? ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് ആണ് ഗായ്സ് ഇരിക്കുന്നത്. 58 കിലോ വരുന്നുണ്ട്, അതായത് 5.1 kg. എൻ്റെ അമ്മോ, എന്താ അല്ലേ, ഇതുണ്ടായിരിക്കണണ്ട. ഗൈസ് അങ്ങനെ ഷിബിൻ സാർ ഗോൾഡ് സൂക്കിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടാ. ആ കണ്ണ് തെള്ളിപ്പോയി ആ മോതിരം കണ്ടിട്ട്. ഇതുണ്ടാ ഗോൾഡ് വെച്ചിട്ടുള്ള മാലകളൊക്കെ കണ്ട. എൻ്റെ മോനെ, എന്ത് സാധനം ഇത്? ഗോൾഡാണ് കേട്ടാ. ആ നെഞ്ചത്തൊക്കെ കിടക്കുന്ന സാധനം കണ്ട, ഗോൾഡാണ്. ഗോൾഡിന്റെ വെറൈറ്റി കളക്ഷനാണ് ഗൈസ് ഈ രണ്ട് വശത്തും. ഇവിടെ എല്ലാം ഫാനൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. മേളിലും മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈറ്റ വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ടാണ്, തടിയിൽ വെച്ചിട്ട്. എന്താ അല്ലേ, എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് ഗായ്സ്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്താ അല്ലേ, സ്വർണം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു ഗായ്സ്, ഒരു രക്ഷയില്ല. ഇതുണ്ടാ, ഇതിന്റെ ടോപ്പൊക്കെ ചെയ്തേക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്. ഗോൾഡ് സൂക്ക് എന്നൊരു ഇതൊക്കെ കൊടുത്ത് അങ്ങോരുണ്ട്. ഇത് ഫുള്ള് ഗോൾഡ്, ഓരോരോ ബ്രാൻഡാണ്. കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കും ഉണ്ടാ ഗായ്സ്. അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്കിലൂടെ നടന്ന് വന്നപ്പോൾ എൻ്റെ മോനെ, കണ്ണ് തെള്ളിപ്പോണൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ ഗായ്സ്, സ്വർണം കൊണ്ടുള്ള ഉടുപ്പ്, സ്വർണം കൊണ്ടുള്ള ഫ്രോക്ക്, സ്വർണം കൊണ്ടുള്ള ബാഡി എല്ലാം ഉണ്ട്. എൻ്റെ പള്ളി, ഇതെന്താ നെറ്റിപ്പട്ടാ? ഈ സാധനത്ത് നെറ്റിപ്പട്ടാ. പിള്ളേരൊക്കെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഗൈസ്. ഫോട്ടോസൊക്കെ എടുക്കുന്നവരുണ്ട്. തൊട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ കണ്ട ഗായ്സ്, ഇതെന്താ ഇത്? എൻ്റെ പള്ളി, രക്ഷയില്ല. തിളക്കം കൊണ്ടിട്ട് ഫോൺ വരെ ഇരുന്ന് വിറക്കണ്. എന്താ അല്ലേ, നോക്കിയേ എൻ്റെ മോനെ. ഇത് കണ്ടില്ലേ, അവിടെ മാത്രല്ല ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുണ്ടാ ഷോ, ഇതെന്തു അവിടെ ഇത് ഗോൾഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ. ഇതെന്താ സ്വർണ്ണം കൊണ്ടുള്ള ഫ്രോക്ക്, ഉടുപ്പാ? അല്ല, ഇത് തന്നെയാണ് ഗൈസ്. എൻ്റെ അമ്മോ, കണ്ണ് തെള്ളിപ്പോണ് കേട്ടോ. ഇതെന്താ കയ്യിലൊക്കെ ഇട്ടേക്കുന്ന സാധനങ്ങളുണ്ടോ? ഓരോ മാലയുടെ ഒക്കെ ഓരോ ഇതുണ്ടോ, മാലയൊക്കെ കിടക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ അമ്മോ, ഇതെന്ത് സാധനം ഇത്? ഇതൊക്കെയാണ് സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പ ഉടുപ്പെന്നൊക്കെ പറയൂലേ ഗൈസ്. എൻ്റെ പള്ളി, ഇതൊക്കെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കും ഗൈസ്? കടയിലേക്ക് വരുമ്പോൾ കണ്ണ് തെളിക്കുന്ന സംഭവങ്ങളാണ് കേട്ടാ. ഇതൊക്കെ കാണുമ്പോ ഗൈസ് കൊള്ളാം അല്ലേ?
他也在做。Yeah. ഗൈസ് ഓരോ ചെയിനൊക്കെ കണ്ടോ ഗൈസ്? ഇത് ചെയിനാന്ന് അരപ്പട്ടയാണെന്ന് തോന്നുന്നു. മാലയൊക്കെ കിടക്കുന്നുണ്ട് എൻ്റെ അമ്മേ. ഗൈസ് അങ്ങനെ നമ്മളെ സ്വർണം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ദുബായ് ഗോൾഡ് സൂക്ക് ഒരു രക്ഷയില്ല. എന്ത് നല്ല ക്ലൈമറ്റ് ആണെന്നറിയോ? ഇപ്പോഴത്തെ നല്ല ക്ലൈമറ്റാണ് അത്യാവശ്യം. ഇവിടെ നമ്മളിങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം കേരളക്കാർക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഗോൾഡും ജോയി ആലുക്കാസും ഒക്കെ ഇതിൻ്റെ എല്ലാ ഇടയിലുണ്ട് ഗൈസ്. ഇതുണ്ടോ? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സംഭവമാണ്, അതായത് ഈ ടോപ്പ് ഇങ്ങനെ ചെയ്തേക്കുന്നില്ലേ, ഈ ടോപ്പ് ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ചൂടില്ല. ഈ ഫാനും ഈ ഈറ്റയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് ചൂടേ ഇല്ല. കണ്ടോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. കല്യാൺ ജൂലേഴ്സ് ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. സ്വർണം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഗായ്സ്. കണ്ണ് തള്ളിപ്പോയി ഗായ്സ്, ഒരു രക്ഷയില്ല. സൂപ്പർ എക്സൈറ്റഡ് ഗായ്സ്. ഹോ, ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ആഗ്രഹിച്ച സ്ഥലത്തെത്തി കാണണം. ഗോൾഡ് സുക്ക് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഗോൾഡ് സുക്ക് എന്നെ ഞെട്ടിച്ചറിഞ്ഞു ഗായ്സ്. ഇതാണ് ഇവിടുത്തെ ദേറ ഓൾഡ് സൂക്ക് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഇതുണ്ടോ? നല്ല രസമാണല്ലേ. ഇവിടെ ഒരു പഴമ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തടി വെച്ചിട്ടാണ് ഇവിടെ എല്ലാം ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഷെൽട്ടർ ആയാലും ഇവിടുത്തെ ഇരിപ്പിടം ആയാലും. ഗായ്സ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? എങ്ങനെയുണ്ടായിരുന്നു? ഗോൾഡ് സൂക്കൊക്കെ കണ്ട് എൻ്റെ കണ്ണ് ഞെട്ടിപ്പോയി ഗായ്സ്. സ്വർണം വെച്ചിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കണത്. ഉടുപ്പ്, മോതിരം, ലോകത്തിലെ ഏറ്റവും വലിയ വെയിറ്റുള്ള മോതിരം ഗായ്സ്. എൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന കല്ലുണ്ടല്ലേ, സത്യം പറഞ്ഞാൽ കണ്ണ് ഞെട്ടിപ്പോയി ഗായ്സ്. സോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവുകയാണ്. ഓൾഡ് ബൽദിയ സ്ട്രീറ്റിനോട് ബൈ പറഞ്ഞുകൊണ്ട്, തൊട്ട് ഫ്രണ്ടിലാണ് ഓൾഡ് ബൽദിയ സ്ട്രീറ്റിനോട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. ഇനി എവിടേക്കൊക്കെ പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ നടന്നു പോവുകയാണ്. സോ വീഡിയോയുടെ ചെൻഡിയാണ്. അടുത്ത വീഡിയോ എത്തുന്നവരേക്കും ഷിബിൻ സാർ സൈനിങ് ഓഫ്. ബൈ.